ദാനിയേൽ വേദപുസ്തകം കണ്ട വലിയൊരു പ്രാർത്ഥനക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ ദാനിയേലിനെ അറിയാമെന്ന് ചോദിച്ചാൽ അറിയാമെന്ന് പറയും. എന്ത് പറയും? എങ്ങനെ അറിയാമെന്ന് പറയും? ആരാ ദാനിയേൽ? ആരാ? പെട്ടെന്ന് എന്തുവാ പറയുന്നേ? നമ്മൾ പറയും ആ സിംഹക്കുഴിയിൽ ഇട്ട് കളഞ്ഞ ഒരാളുണ്ട്, അയാളുടെ പേരാണ് ദാനിയേൽ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടുത്തൊരു ദിവസം ഈ ബൈബിൾ സ്റ്റഡിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ദാനിയേലിനെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ദാനിയേലിനെ കുറിച്ച് അധികം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കഥയ്ക്കകത്താണ്. എന്ന് പറഞ്ഞാൽ സിംഹക്കുഴിയിൽ വീണുപോയ ഒരു മനുഷ്യനെ സിംഹത്തിൻ്റെ കുഴിയിലിട്ടു, ആ ഗുഹയിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവനോടെ ദൈവം പുറത്തിറക്കി എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കഥ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് കുഞ്ഞുങ്ങളെ കഥ പഠിപ്പിക്കുവാനുള്ള പുസ്തകമല്ല, ഇത് പ്രാർത്ഥനക്കാരൻ്റെ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരു സിംഹത്തിൻ്റെ ഗുഹയിൽ ഒരു മനുഷ്യനെ ഇട്ട് കളഞ്ഞപ്പോൾ അവനൊന്നും സംഭവിക്കാതെ പുറത്തു വന്നു എന്ന് പറയുന്ന പുസ്തകമല്ല ദാനിയേലിൻ്റെ പുസ്തകം. അമ്മ, അത് പ്രാർത്ഥനക്കാരൻ്റെ പുസ്തകമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരുവനെ സിംഹങ്ങളുടെ വായടപ്പിച്ച് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി അനുഗ്രഹിച്ചു എന്ന് പറയുന്ന പുസ്തകം സാക്ഷ്യത്തിന്റെ പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പുസ്തകം മറ്റുള്ള പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ പോലെ അഭിഷിക്തന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാരോ ദേവദാസന്മാരോ ഒക്കെ ഇറങ്ങി നടന്ന് ശുശ്രൂഷിക്കുന്ന പുസ്തകമല്ല. ഇത് ചരിത്ര പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പള്ളിക്കൂടത്തൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചു വന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഈ പുസ്തകത്തിനകത്ത് 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിനെ, ബാബേൽ കൊട്ടാരം, ബാബേൽ സാമ്രാജ്യം ഭരിച്ചിരുന്ന നെബൂഖദ്നേസറിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 5-ാം അധ്യായം പഠിപ്പിക്കുന്നത് നെബൂഖദ്നേസറിന്റെ മകനായ ബെൽഷസ്സറിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. 4-ാം അധ്യായത്തിൽ ബാബേൽ സാമ്രാജ്യം ഭരിച്ച നെബൂഖദ്നേസറിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ 5-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ബെൽഷസ്സർ എന്ന് പറഞ്ഞ നെബൂഖദ്നേസറിന്റെ മകനെ കുറിച്ചാണ് പറയുന്നത്. 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ബെൽഷസ്സറിന്റെ ശേഷം ബാബേൽ സാമ്രാജ്യത്തെ തകർത്തിട്ട് മേദ്യരും പാർസികളുമായിട്ട് ആ സാമ്രാജ്യം പിടിച്ചെടുത്തു. അതിനുശേഷം കോരശ്, പ്രൈസ് ദി ലോർഡ്, അതല്ലെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ ദാര്യവേശ് എന്ന് പറഞ്ഞ രാജാവ് ഇവിടെ അധികാരം പിടിച്ചെടുത്തു. ദാര്യവേശ് രാജാവ് അധികാരം പിടിച്ചെടുക്കുമ്പോൾ അവിടെ പ്രവാചകനായി അല്ലെങ്കിൽ കൊട്ടാരത്തില് വലിയൊരു മേഖലയിൽ അല്ലെങ്കിൽ വലിയൊരു ഓഫീസറായി ദാനിയേൽ ഇവിടെ ജോലി ചെയ്യുക. 4-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ ആണെങ്കിൽ, 5-ാം അധ്യായത്തിൽ ബെൽഷസ്സർ ആണെങ്കിൽ, 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അത് ദാര്യവേശ് ആണെങ്കിൽ, സാമ്രാജ്യങ്ങൾ മാറിയാലും സാമ്രാട്ടുകൾ മാറിയാലും രാജകീയമാരൊക്കെയും മാറിപ്പോയാലും അഭിഷിക്തനെ ദൈവം ഒരിക്കലും മാറ്റത്തില്ല. അവനെ ദൈവം വളർത്തി വലുതാക്കിയേ ചെയ്യുന്നത്. ബെൽഷസ്സറിന്റെ കൂടെ ദാനിയേൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിലും ദാനിയേൽ ഉണ്ടായിരുന്നു. ദാര്യവേശിന്റെ കൊട്ടാരത്തിലും ഇപ്പോൾ ദാനിയേലുണ്ട്. കാര്യമെന്നറിയാമോ? ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. ആരൊക്കെ മാറി എന്ന് പറഞ്ഞാലും നിങ്ങളൊരു അഭിഷിക്തനാണ്, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങളെ സാഹചര്യം മാറ്റത്തില്ല. കാരണം തമ്പുരാനാണ് നിങ്ങളെ നട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾ മാറിയാലും ആരൊക്കെ മാറി എന്ന് പറഞ്ഞാലും ഇവര് മാറിപ്പോയി അതുകൊണ്ട് എനിക്കിനി പ്രശ്നമാ, അവര് മാറിപ്പോയി അതുകൊണ്ട് എനിക്കിനി കഷ്ടകാലമാ എന്നൊന്നും വരത്തില്ല. കാര്യം എന്തുവാ? നിങ്ങളെ നട്ടിരിക്കുന്നത് തമ്പുരാനാ. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾ ആ 30-31 വാക്യം ഒന്ന് വായിച്ച് 29 മുതലുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം അതിൻ്റെ 29 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. നിങ്ങൾക്കറിയാം, ഈ ബെൽഷസ്സറാണ് ഒരിക്കൽ മഹത്തുക്കളുമായി ചേർന്നിരുന്ന് വീഞ്ഞൊക്കെ കുടിച്ച് മദ്യമൊക്കെ കുടിച്ച് ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ദൈവം ചുവരിൽ എഴുതി കാണിച്ചു, മെനെ മെനെ തെക്കേൽ ഉഫസീൽ എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യത്വം ഞാൻ അളന്നു, നിന്നെ കുറവുള്ളവനായി ഞാൻ കണ്ടിരിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ ബെൽഷസ്സറിന് ഭയങ്കര പരിഭ്രമം പിടിച്ചു. അത് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സഗുനവാദികൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി. ആർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദാനിയേലിനെ വരുത്തി. ദാനിയേലിനെ ചോദിച്ചു, ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അപ്പോൾ ദാനിയേൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പറഞ്ഞു, നിന്റെ രാജ്യത്വം അളന്നു, നിന്നെ ഞാൻ കുറവുള്ളവനായി കണ്ടിരിക്കുക. അതുകൊണ്ട് നിന്റെ സിംഹാസനം തള്ളിയിട്ടിട്ട് നിനക്ക് ശേഷം അടുത്തൊരാൾ ഭരണമേൽക്കും. അത് ബാബേലിൽ നിന്നല്ല, അത് ബാബേൽ സാമ്രാജ്യത്തിൽ നിന്നല്ല, അത് മേദ്യ പാർസികളിൽ നിന്ന് ആയിരിക്കുമെന്ന് പണ്ട് നെബൂഖദ്നേസർ സ്വപ്നത്തിൽ കാണുമ്പോൾ വലിയൊരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചേച്ച് അതിന്റെ തല സ്വർണം, അതിന്റെ കൈകൾ മുഴുവൻ തോളും കൈയൊക്കെയും വെള്ളി കൊണ്ട്, സിൽവർ കൊണ്ടുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ സിൽവർ സാമ്രാജ്യം അല്ലെങ്കിൽ വെള്ളിയുടെ സാമ്രാജ്യമാണ് അടുത്തു വരുന്നത്. ഇത് പണ്ടേ പ്രവചിച്ചതാ. ഇത് ഈ സമയത്ത് അത് നിറവിൽ വരുവാനായിട്ട് പോവുകയാണ്. ദാനിയേൽ അത് പ്രവചിച്ചു പറഞ്ഞു. അത് പറഞ്ഞത് ശരിയായിരുന്നു. അപ്പോൾ രാജാവ്
രാജാവ് പറഞ്ഞു, ആർക്കും പറയാൻ കഴിയാത്തത് ദാനിയേൽ പറഞ്ഞതുകൊണ്ട് ദാനിയേലിന് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. ദാനിയേലിന് പ്രൊമോഷൻ കൊടുത്ത രാത്രിയിൽ തന്നെ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. ദാരിവേശ് രാജാവായി അധികാരം പ്രാപിച്ചു. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, ഇങ്ങോട്ടൊരു ഓർഡർ കൈ കിട്ടിയതേ ഉള്ളൂ, ഒരു പ്രൊമോഷന്റെ ഓർഡർ കിട്ടിയതേ ഉള്ളൂ, തന്നയാൾ സ്ഥാനമാറ്റം ചെയ്യപ്പെട്ടു പോയി, ഇനി ഞാൻ എന്തുവാ ചെയ്യുന്നത്? ദാനിയേലിന്റെ ചോദ്യങ്ങളൊന്നുമല്ല. ദാനിയേലിന് ഒരു കാര്യം അറിയാം, എന്റെ കയ്യിൽ അധികാരപത്രം എഴുതി തന്നിരിക്കുന്നത് ബെൽഷസ്സർ ആണെങ്കിലും, ബെൽഷസ്സർ രാജസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയെങ്കിലും, അവനെ കൊന്നു കളഞ്ഞുവെങ്കിലും, അവൻ കൊല്ലപ്പെട്ടു പോയെങ്കിലും, അടുത്തു വരുന്ന രാജാവ് എനിക്കറിയാത്ത ഒരാളാണെങ്കിലും എന്റെ കയ്യിൽ അധികാരപത്രം തന്നത് ഇവരാരുമല്ല, സ്വർഗത്തിലെ ദൈവമാ എന്നെ ആക്കി വച്ചിരിക്കുന്നത്, എന്നെ നട്ടിരിക്കുന്നത്, എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത്, എനിക്ക് പഠിപ്പാൻ അവസരങ്ങളെ തന്നത്, എന്റെ കുടുംബത്തെ പണിയുന്നത് മനുഷ്യരല്ല, ദൈവമാ. അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറിയാലും, ആളുകൾ വാക്കുമാറിയാലും, ആളുകൾ മാറിപ്പോയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം കർത്താവ് എന്നെ നടുവന്ന ദൈവമാ, അവൻ ശക്തനായ ദൈവം, അവൻ എന്നെ കൈവിടത്തില്ല. ബെൽഷസ്സർ മാറിപ്പോയി, നെബൂഖദ്നേസർ മാറിപ്പോയി. ദാനിയേലിനോട് ഭയമില്ലേ? എനിക്ക് ഭയമില്ല. ദാനിയേൽ പറയും, എന്താണെന്നറിയാമോ? ഇതെന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാ. നിങ്ങളുടെ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മാറുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആശ്രയം വെച്ചവര് നിങ്ങളെ കൈവിട്ട് അവർ മാറിപ്പോവുകയാണെങ്കിൽ, നിങ്ങളോട് യെസ് പറഞ്ഞവര് നിങ്ങളോട് മുഖം തിരിച്ച് മാറിപ്പോവുകയാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചവര് നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവര് നോ പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ സ്തോത്രം പറഞ്ഞോളണം. കാരണം സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങേണ്ട, പ്രവർത്തിക്കേണ്ട സമയമായത്. ദാനിയേല് അത് പ്രൊമോഷനായിരുന്നു. അടുത്ത പ്രൊമോഷനാ നിങ്ങൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് there are 120 ഒഫീഷ്യൽസ്, അല്ലെ? രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് 120 അധ്യക്ഷന്മാരെ നിയമിച്ചു, ലീഡേഴ്സിനെ നിയമിച്ചു, മിനിസ്റ്റേഴ്സിനെ, മന്ത്രിമാരെ നിയമിച്ചു. അതിനുശേഷം അവർ 120 പേർക്ക് മുകളിലായി അടുത്ത 3 പേരെ നിയമിച്ചു. ആ 3 പേരിൽ ഒരുവൻ എന്നാണ് വേദപുസ്തകത്തിൽ മലയാളത്തിൽ പറയുന്നത്. അതിന്റെ എബ്രായ പരിഭാഷ ശരിക്കും പറഞ്ഞാൽ ആ 3 പേരിൽ ഒന്നാമനായിരുന്നു ദാനിയേൽ എന്ന് പറഞ്ഞാൽ ആ 120 പേരെ മിനിസ്റ്റർമാരെ നിയമിച്ചിട്ട് അവർക്ക് 120 പേർക്ക് മുകളിലായി 3 പേരെ നിയമിച്ചു. ആ 3 പേർക്ക് മുകളിലായിട്ടുള്ള ഒരാളാണ് ദാനിയേൽ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ അടുത്തിരിക്കുവാൻ കഴിവുള്ളവൻ, രാജ്യത്തിലെ 2ാമനായി രാജാവ് അവരോധിച്ച് വാരിച്ചു വെച്ചിരിക്കുന്ന ദാനിയേൽ പറയുക, എനിക്ക് പ്രാർത്ഥിപ്പാൻ സമയമുണ്ട്. ഞാൻ രാവിലെയും പ്രാർത്ഥിക്കും, ഞാൻ ഉച്ചയ്ക്കും പ്രാർത്ഥിക്കും, ഞാൻ വൈകുന്നേരത്തും പ്രാർത്ഥിക്കും. നമ്മൾ ആ ഭാഗത്തിലേക്ക് വരികയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിപ്പാൻ സമയമില്ല എന്ന് പറയുന്ന ദൈവ പൈതലേ, ദാനിയേലിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാ. 120 രാജ്യങ്ങളുണ്ട്, പ്രൈസ് ദി ലോർഡ്, ദേശങ്ങളുണ്ട്, 120 രാജ്യം ഭരിക്കുന്ന ഭരണ നേതാക്കന്മാരുണ്ട്, തന്നോടൊപ്പം ഇരുന്ന് ഭരണകാര്യങ്ങൾ ചക്രം തിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അവർക്കൊക്കെയും കൂടെ ഇരുന്ന് എപ്പോഴും മീറ്റിംഗ് നടത്തി തിരക്കുള്ള ദാനിയേൽ പറയുക, ഇതിന്റെ എല്ലാം നടുവില് ഞാൻ പ്രാർത്ഥിപ്പാൻ സമയം കണ്ടെത്തും. ഞാൻ അതുകൊണ്ടാണ് നിൽക്കുന്നേ. നിങ്ങൾ എത്ര തിരക്കുള്ളവരായാലും ദൈവത്തോട് എക്സ്ക്യൂസ് പറയരുത്. നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ആദ്യം എക്സ്ക്യൂസ് പറയുന്നത് ദൈവത്തോടാ. കർത്താവേ സോറി, ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല പറയരുത്. നിങ്ങൾ നിൽക്കാൻ പറ്റത്തില്ല. രാജ്യം ഭരിച്ച ലോക സാമ്രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ നിങ്ങൾക്കറിയാം, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ഈജിപ്റ്റ് തുടങ്ങി പ്രൈസ് ലോർഡ് മെസൊപ്പൊട്ടാമിയ അടക്കം ബാബേൽ സാമ്രാജ്യവും നെബൂഖദ്നേസറൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാ. അങ്ങനെ വലിയൊരു സാമ്രാജ്യത്തിലെ വലിയ രാജാക്കന്മാരെ കീർത്തിപ്പെട്ട വലിയ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് അവരോടൊപ്പം ഇരുന്ന ദാനിയേൽ പറയുക, ഞാനൊരു രാജാവിന്റെ മീറ്റിങ്ങിന് നോ പറഞ്ഞാലും, ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ നോ പറഞ്ഞാലും, ഞാൻ പറയാത്തൊരു സ്ഥലമുണ്ട്. അതെന്റെ അപ്പന്റെ പാദപീഠമാ, അതെന്റെ പ്രാർത്ഥനാ മുറിയ, അത് ഞാൻ ഒരിക്കലും മുടക്കി കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ദൈവം ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു കയറ്റി? ഇപ്പം മനസ്സിലായോ? ദാനിയേലിന് വിരോധമായി കുറ്റം കണ്ടെത്തുവാൻ തക്കവണ്ണം രാജ്യത്തിലെ മറ്റുള്ള ഭരണാധികാരികൾ, കാരണം ദാനിയേൽ നിങ്ങൾ തിരിച്ചറിയണം, ദാനിയേൽ പ്രൈസ് ദി ലോർഡ് ഈ ബാബേൽ സാമ്രാജ്യത്തിൽ ജനിച്ചു വളർന്നവനല്ല. അവന് പ്രൈസ് ദി ലോർഡ് ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടു വന്നതാണ്. ഏകദേശം 70 വർഷക്കാലം ഇസ്രായേൽ മക്കൾ ബാബേൽ സാമ്രാജ്യത്തിൽ അവർ അടിമകളായി പാർത്തിരുന്നു. അങ്ങനെ അടിമകളായി പിടിച്ചു കൊണ്ടുവന്ന കൂട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് യൗവനക്കാരായ ചില ബാലകന്മാരുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ദാനിയേൽ എന്ന് പറഞ്ഞാൽ, ദാനിയേൽ ജന്മം കൊണ്ട് ബാബേൽ സാമ്രാജ്യത്തിന്റെ അവകാശിയല്ല. ദാനിയേൽ ജന്മം കൊണ്ട് ഇവിടെ ഒന്നും
അവകാശം പറയാനായിട്ട് പറ്റത്തില്ല. എന്നാൽ കൊടുത്തതെല്ലാം ദൈവമാ, ദൈവം കൊടുത്തതെല്ലാം ബോണസാ. അതുകൊണ്ട് ദാനിയേൽ പറഞ്ഞു, എന്തൊക്കെ കിട്ടിയാലും കിട്ടിയില്ലേലും, ആരൊക്കെ നിന്നാലും നിന്നില്ലേലും, ആരൊക്കെ വാക്കുമാറിയാലും ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ ദൈവത്തെ തള്ളി പറയത്തില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നത് നിർത്തത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കത്തില്ല. കാരണം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പറ്റി നിൽക്കുന്നത് വിട്ടുകളയാൻ ദാനിയേൽ തയ്യാറാണ്. നോക്കിയേ, ഒരു കുറ്റവും കണ്ടില്ല. ഒരു അധികാരം കിട്ടുമ്പോൾ, ഇന്നത്തെ കാലത്ത് അധികാരം കിട്ടുന്നത് കുറ്റം കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിശ്വസ്തയോടെ നിൽക്കുക. നമ്മളെ ഏൽപ്പിച്ച സ്ഥലത്ത് വിശ്വസ്തയോടെ നിൽക്കുക. ബി ഫെയ്ത്ത്ഫുൾ the place where God has planted you. ദൈവം നിങ്ങളെ നട്ട സ്ഥലത്ത് നിങ്ങൾ വിശ്വസ്തരായി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ നട്ട സ്ഥലത്ത് നിങ്ങൾ വിശ്വസ്തരായി നിൽക്കണം. ഇത് കുഴപ്പമില്ല, ഇച്ചിരി കോംപ്രമൈസ് ഒക്കെ ചെയ്യാം. ഇത് ചെറിയ തെറ്റ് തന്നെയല്ലേ, ഒരു ചെറിയ കള്ളമൊന്നും പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. മോളെന്താ വരാത്തെ? ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ഓരോ കാരണങ്ങളാണ്. ആദ്യം പറയും വയറുവേദന. മിക്കവാറും വയറുവേദന കുഞ്ഞുങ്ങൾക്കെല്ലാം ശീലമാണ്. അത് സ്ഥിരം കേട്ട് കേട്ട് ടീച്ചർമാർ പറയും ഇപ്പം മാറ്റി പിടിച്ച വയറുവേദനയൊക്കെ പഴയതായി. ഒത്തിരി കേട്ട് കേട്ട് എല്ലാ ദിവസവും വയറുവേദന പറ്റത്തില്ല. തലവേദനയായി, വയറുവേദനയായി, പുറം വേദനയായി, പെടലിക്ക് വേദനയായി ഒക്കെ പറഞ്ഞ് ഇതങ്ങ് കൂടി ചില സമയത്ത് ടീച്ചർമാർ ചോദിക്കുമ്പോൾ പറയാം, എന്തുവാ സംഭവിച്ചേ? എൻ്റെ വല്യപ്പച്ചൻ മരിച്ചുപോയി. രണ്ടാമത്തെ പ്രാവശ്യമാകുമ്പം വല്യമ്മ മരിച്ചുപോയി. അടുത്ത പ്രാവശ്യം വല്യപ്പച്ചൻ പിന്നെയും മരിച്ചു. അത് കഴിഞ്ഞ മാസം മരിച്ചതല്ലേ, പിന്നെ ഈ മാസം പിന്നെയും മരിക്കും. കള്ളം പറയുന്നത് പോകുന്നുണ്ടോ? കള്ളം ഉണ്ടാക്കാനായിട്ട് ഈ ഭയങ്കര സ്ക്രിപ്റ്റ് എഴുതും പോലെയാണ് പിള്ളേർ കള്ളം പറയുന്നത്. നിങ്ങൾ ദൈവം എവിടെ നട്ടുവോ അവിടെ കുറവില്ലാത്തവരായി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറയും ഒരു ചെറിയ കള്ളമല്ലേ, കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് അല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. ആരും കാണുന്നില്ലല്ലോ, ഇതെല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ഇത് സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാ. സാധാരണ മനുഷ്യൻ ചെയ്യുന്ന തെറ്റ് അവിടെ ഇരിക്കട്ടെ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ അത് നിനക്ക് പറ്റത്തില്ല. കാരണം നീ വേർപാടുള്ളതാ, നീ ദൈവത്തിന്റെ പൈതലാ. നിനക്കത് പാടില്ല. നീ അതുകൊണ്ട് അത് വിട്ടുമാറി തന്നെ നിൽക്കണം. കാരണം ലോക മനുഷ്യൻ ചെയ്യുന്നത് ഒരു ദൈവ പൈതന് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലോക മനുഷ്യൻ പറയുന്നത് ഒരു ദൈവ പൈതന് പറയാൻ പറ്റത്തില്ല. ഒരു ലോക മനുഷ്യൻ നടക്കുന്നത് പോലെ ഒരു ദൈവപൈതൽ നടക്കാൻ പറ്റത്തില്ല. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, നീ ലോക മനുഷ്യനെ പോലെ ആയാൽ ദൈവത്തിന് നിന്റെ വിഷയത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. രാജ്യം ഭരിക്കുന്ന 120 ഭരണാധികാരികളുടെ മുകളിലിരിക്കുന്ന ദാനിയേലിന് അവരുടെ ശത്രുക്കൾ നോക്കിയിട്ട് ഒരു തെറ്റും കുറ്റവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ, if you want to be successful in your career, in your studies, or the place where has God planted you, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെ ദൈവം നട്ടിരിക്കുന്നോ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങൾ വിശ്വസ്തരായി നിൽക്കുക. നിങ്ങളെ നട്ടിരിക്കുന്നത് ചെറുതാണെങ്കിലും, കർത്താവേ ഈ ഒരു ചെറിയ വീടാ, എൻ്റെ അപ്പനമ്മയ്ക്ക് ഇത്രയ്ക്ക് വരുമാന മാർഗമൊക്കെ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പനൊരു അംബാനി ആയിരുന്നെങ്കിൽ, ലക്ഷങ്ങളുടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങളൊരു BMW കൊണ്ടായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചേനെ. കുഞ്ഞെ, നിനക്ക് കിട്ടിയ ചെറിയ സൈക്കിളിൽ, നിനക്ക് കിട്ടിയ ചെറിയ മോട്ടോർ സൈക്കിളിൽ നീ ദൈവത്തോട് പ്രാർത്ഥിപ്പാനും ദൈവത്തോട് പട്ടിനിപ്പാനും തയ്യാറായാൽ നീ ആഗ്രഹിക്കുന്ന തരുവാൻ തമ്പുരാൻ ശക്തനാ. നിനക്ക് തന്നതിൽ നീ വിശ്വസ്തനായി നിൽക്ക്. ആരോടും കുറ്റം പറയാതെ, ആരോടും മുഖം മുറിച്ച് കാണിക്കാതെ നീ ദൈവസന്നിധിയിൽ പറ, കർത്താവേ തന്നതിനായി നന്ദി. ഇതുപോലും ഇല്ലാത്ത ഒരുപാട് പേര് എൻ്റെ ചുറ്റുമുണ്ട്. ഇതുപോലെ പോലും പഠിപ്പാൻ സാഹചര്യമില്ലാത്ത, ഇതുപോലെ അപ്പനും അമ്മയും പോലും ഇല്ലാത്ത ഒരുപാട് പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. കർത്താവേ, നീ തന്ന നന്മകൾക്കെല്ലാം നന്ദി കർത്താവേ. നീ അല്പത്തിൽ വിശ്വസ്തനായാൽ ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. If you are faithful in little things, God will make you in charge of bigger things. If you are faithful in little things, നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിച്ചാൽ, നിങ്ങളെ ഏൽപ്പിച്ച 10 രൂപയിൽ നീ വിശ്വസ്തനായാൽ 10,000 ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിനക്ക് ദൈവം തന്ന ഒരു കാര്യത്തിൽ നീ വിശ്വസ്തത കാണിച്ചാൽ ദൈവം നിന്നെ അനവധി കാര്യങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് തരും. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടിയിട്ട് ഞാൻ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാം പറയരുത്. നിങ്ങളെ ഏൽപ്പിച്ചതിൽ, ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിങ്ങളെ എവിടെ ദൈവം നട്ടിരിക്കുന്നു, തന്നിരിക്കുന്ന ജോലി അത് ചെറുതാണേലും വലുതാണേലും, തന്നിരിക്കുന്ന കുടുംബം അത് ചെറുതാണേലും വന്നിരിക്കുന്നതും, തന്നിരിക്കുന്ന സ്കൂളും കോളേജും അത് ചെറുതാണേലും വലുതാണേലും, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും സാഹചര്യങ്ങളും അത് ചെറുതാണേലും വലുതാണേലും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്ത് അത് ചെറുതാണേലും വലുതാണേലും, അതിൽ നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചാൽ ദൈവം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ദാനിയേലിനെതിരെ ഒരു കുറ്റവും അവർക്ക് കണ്ടെത്താനായിട്ട്
കഴിഞ്ഞില്ല. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ശത്രുക്കൾ ആലോചന കൂട്ടിയിട്ട് ദാരിവേശ് രാജാവിന്റെ അടുക്കൽ പോയി പറയുക, ഒരു തീർപ്പ് കൽപ്പിക്കണം. മേദ്യരുടെയും പാർസികളുടെയും ഒരിക്കലും മാറിപ്പോകാത്ത ഒരു നിയമം ഞങ്ങൾ കൊണ്ടുവരുവാൻ പോവുകയാണ്. എന്തോ ആ നിയമം? അടുത്ത 30 ദിവസം ആരും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരു ദൈവത്തോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും രാജാവിനോട് വന്ന് പറയണം. ഈ വിരോധ കൽപ്പന രാജാവ് ഇവർ എഴുതിക്കൊണ്ടുവന്നു. എന്നിട്ട് രാജാവിനെ കൊണ്ട് അത് സീൽ ചെയ്യിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ മേദ്യരുടെയും പാർസികളുടെയും നിയമപ്രകാരം അവരുടെ സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അവർ എഴുതി കഴിഞ്ഞാൽ മാറ്റത്തില്ല. രാജാവിന് പോലും അത് മാറ്റാനുള്ള അധികാരമില്ല. നിങ്ങൾ 4-ാം അധ്യായം 3-ാം അധ്യായം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവുണ്ട്. ബാബേൽ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത രാജാവ് പറയുന്നതാണ് അവസാന വാക്ക്. എന്നാൽ ദാരിവേശിന്റെ കാലത്തുള്ള മേദ്യ പാർസികളുടെ കമ്പം എന്ന് ചോദിച്ചാൽ അവിടെ രാജാവിനേക്കാളും മുകളിലാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ പവർ. അത് എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല, രാജാവിന് പോലും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദാനിയേലിനെതിരെ തീർപ്പ് കൽപ്പിച്ചിട്ട് രാജാവിന് പോലും അതിനെ മാറ്റാൻ പറ്റാതെ പോയത്. വിരോധ കൽപ്പന എഴുതി എന്ന് അറിഞ്ഞപ്പോ സ്തോത്രം, നിങ്ങൾക്കെതിരെ ഒരു വിരോധന കൽപ്പന വരുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾക്കെതിരെ കൂടെയുള്ളവർ പ്രൈസ് ദി ലോർഡ് പലതും പറഞ്ഞു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വസ്തുത നിങ്ങൾ കേൾക്കാനിടയാകുമ്പോൾ, നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾ തിരിച്ചറിയാൻ പോകുമ്പോൾ, നിങ്ങൾ ക്ഷീണിപ്പിക്കുന്ന ഒരു വിഷയം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ ആദ്യം എന്തുവാ ചെയ്യുന്നത്? ദാനിയേലിൻ്റെ സ്ഥലത്ത് നമ്മളായിരുന്നെങ്കിൽ നെഞ്ചത്തടിച്ച് അവിടെ കിടന്ന് പറഞ്ഞേനെ, അയ്യോ ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതാ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതല്ലേ, എനിക്കെന്തിനായി ഗതി വന്നത് എന്നൊക്കെ പറഞ്ഞ് അലമുറയിട്ട് അവിടെ കടന്ന് കരയാനും പോവാനൊക്കെ തുടങ്ങിയേനെ. ദാനിയേൽ എന്താ ചെയ്തെന്നറിയാമോ? അവനെതിരെ വിരോധ കൽപ്പന അന്ന് അറിഞ്ഞപ്പോ അത് കേട്ട മാത്രയിൽ അവൻ ആരുടെ മുഖം നോക്കിയില്ല. രാജാവിന്റെ കൊട്ടാരത്തിൽ അവന് വേണമെങ്കിൽ പോയി രാജാവിനോട് പറയാം, രാജാവ് ഒരു കാര്യം ചെയ്യ്, ഞാൻ രാജാവിന്റെ കൂടെ നടക്കുന്നവനല്ലേ, എന്നിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ, ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ പറ, ഞാൻ എന്തെങ്കിലും തെറ്റ് രാജ്യത്തിന് വേണ്ടിയോ രാജാവിനെതിരെയോ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെന്റെ നിയമം ഒന്ന് മാറ്റിയേച്ച് നിങ്ങൾ അതിനെതിരെ സ്വതന്ത്രനാക്കണം, എന്നെ ഫ്രീ ആക്കണമെന്ന് വേണമെങ്കിൽ ദാനിയേലിന് പറയാമായിരുന്നു. ദാനിയേൽ ആരെടുക്കുന്ന റെക്കമെൻഡേഷന് പോയില്ല. മനുഷ്യരുടെ മുഖം നോക്കരുത്. നിങ്ങൾക്കെതിരെ ഒരു വിരോധന കൽപ്പന വരുമ്പോൾ, നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരിക്കലും മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തെ തന്നെ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സങ്കീർണ്ണക്കാരൻ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നിങ്ങളെ എല്ലാ കാലവും സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കണം. ദാനിയേലിനെതിരെ വിരോധ കൽപ്പന വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാനിയേൽ ആരുടെയും മുഖത്തോട്ട് നോക്കി ഒന്നും പറയാൻ നിന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവർ പറഞ്ഞത് കള്ളമാ. ഇവിടെ പറയുന്നുണ്ട്, ദേശം ഭരിക്കുന്ന എല്ലാ ദേശാധിപന്മാരും രാജ്യത്തെ എല്ലാ ഭരണത്തലവന്മാരും കൂടെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുക. എന്താ? അടുത്ത 30 ദിവസം ആരെങ്കിലും ദൈവത്തോടോ ഏതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, രാജാവിനോടല്ലാതെ ഏതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവരെന്ത് ചെയ്യണം? സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ട് കളയണം. എൻ്റെ ചോദ്യം, അവരെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ദാനിയേൽ. ദാനിയേലിന് ഈ കാര്യം അറിയത്തില്ല. ദാനിയേലിനെ കൊടുക്കാൻ മറ്റുള്ളവരെല്ലാം ഒരുമിച്ച് കൂടിയേച്ച് അവരെല്ലാം ഒപ്പിട്ട് കൊണ്ടുവന്ന് രാജാവിനെ കൊണ്ട് സീൽ ചെയ്ത ശേഷം ദാനിയേലിനെ കൊടുക്കാനായിട്ട് പറയുക, അടുത്ത 30 ദിവസം നീ പ്രാർത്ഥിക്കേണ്ട. വിഷയം മനസ്സിലായോ? അടുത്ത 30 ദിവസം നീ പ്രാർത്ഥിക്കണ്ട. നിന്റെ പ്രാർത്ഥന മുടക്കുക, അത് മാത്രമേ വിഷയമുള്ളൂ. അടുത്ത 30 ദിവസം പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് വരുമ്പോൾ ദാനിയേൽ രാജാവിനോട് ചോദിച്ചില്ല, എന്തിനാ രാജാവ് ഇത് പറഞ്ഞത്? നിങ്ങൾക്കെതിരെ ഒരു വിരോധ കൽപ്പന വരുമ്പോ, നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ വില ചൂടുമ്പോ, നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ വാടകോരിയിടുമ്പോ, നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ പരിഹാസവും അനാവശ്യവും പറയുമ്പോ അവരോട് വില ചൂണ്ടാതെ, അവർക്ക് മറുപടി പറയാൻ നിൽക്കാതെ, അവിടെ ഇവിടെ കറങ്ങി നടന്നിട്ട് അവരെന്തിനാ എന്നെ കുറിച്ച് ഇത് പറഞ്ഞതെന്ന് മനുഷ്യരോട് പറയാതെ നേരെ മുറിക്കകത്തേക്ക് വരണം. ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കി സ്വർഗത്തോട് പറയണം. നിങ്ങൾ അവിടെ പറയുമോ, എവിടെ നിങ്ങളെ നാണം കെടുത്തിയോ, എവിടെ നിങ്ങളെ ലജ്ജിച്ചോ, അവിടെ തമ്പുരാൻ ഇടപെടും, വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കും. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടും. ദാനിയേൽ ഈ വിഷയം അറിഞ്ഞപ്പോൾ മനുഷ്യനോടല്ല പറഞ്ഞത്, ദൈവത്തോടാ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു സ്വഭാവം, ദൈവമക്കളാണേലും നമ്മളൊരു വിഷയം കേട്ട് കഴിഞ്ഞാൽ ഓടി നമ്മൾ മനുഷ്യരുടെ അടുക്കിലേക്ക് പോകും. നമ്മൾ മനുഷ്യരോട് പറയും, കേട്ടോ, അറിഞ്ഞോ? ചോദ്യം, എന്തിനാ ഇതൊക്കെ മനുഷ്യനോട് പറയുന്നേ?
നിങ്ങളുടെ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ രോമത്തിൽ ഒന്നുപോലും കൂട്ടുവാനോ കുറപ്പാനോ കഴിയാത്ത, നിങ്ങളെ എല്ലാ നാളും സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനോടല്ല ഇത് പറയേണ്ടത്, ഉയരത്തിലെ തമ്പുരാനോടാ. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ മേൽ തമ്പുരാൻ ഇടപെടും, വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിഷയം കേട്ട ഉടനെ ദാനിയേൽ നേരെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി. പഴയ നിയമ ഭക്തന്മാരുണ്ട്, മോശയ്ക്കും അഹരോനുമെതിരെ പ്രൈസ് ദി ലോർഡ് ഇസ്രായേലിലുണ്ടായിരുന്ന മൂപ്പന്മാരും ഗോത്ര തലവന്മാരും എഴുന്നേറ്റിട്ട് കുറ്റം പറവാൻ തുടങ്ങിയപ്പോൾ മോശ മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ പാളയത്തിൽ തന്റെ കൂടാരത്തിനകത്തേക്ക് കയറി. കൂടാരത്തിനകത്ത് കയറിയ സമയം മുഴങ്കാലും മടക്കി. ഞാനിങ്ങനെ ചിന്തിക്കുക, മുഴങ്കാലും മടക്കി മോശ പ്രാർത്ഥിപ്പാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, മോശ എന്റെ ദാസനാ, ഞാൻ അവനോട് അഭിമുഖമായി സംസാരിക്കുന്ന, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ വൃതനാ. ആർക്ക് കുറ്റം പറവാനുണ്ടെങ്കിലും മോശയെ ഞാൻ മാറ്റി നിർത്തത്തില്ല. ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ പറയാൻ പഠിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. മുമ്പ് ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ ശരിയായ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ദൈവ പൈതലിന് ഒരു ചെറിയ ഒരു ഈശാനുമൂലം വന്നെന്ന് പറഞ്ഞിട്ട് കുലുങ്ങി പോകത്തൊന്നുമില്ല. ആരെങ്കിലും എന്തേലും പറഞ്ഞത് കേട്ടോണ്ട് ഓടി ക്ഷീണിച്ചു പോകത്തൊന്നുമില്ല. ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ, അല്ലെങ്കിൽ ഒരു 10 രൂപ കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ക്ഷീണിച്ച് പ്രാർത്ഥനയിൽ നിന്ന് നിർത്തത്തില്ല. അവർക്കറിയാം അത് വരേണ്ട സമയത്ത് വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇരിക്കേണ്ടത് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്താതെ, എൻ്റെ പ്രാർത്ഥനാ സമയത്തിന് മാറ്റം വരുത്താതെ, ദൈവത്തോട് എക്സ്ക്യൂസ് പറയാതെ, ദൈവത്തിൽ ഇരിക്കുന്നതിന് ഞാൻ മാറ്റിവെക്കാതെ, ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ കുറവ് കാണിക്കാതെ, ഞാൻ ദൈവത്തിൽ ഇരിന്നാൽ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിഷയങ്ങളുടെ മേൽ തമ്പുരാൻ ഇടപെടും. ദാനിയേൽ ഈ വിഷയം അറിഞ്ഞപ്പോൾ നമ്മളാരെങ്കിലും പറഞ്ഞേനെ, രാജാവിൻ്റെ അടുക്കലൊന്നും പോയി പറ, അല്ലെങ്കിൽ രാജ്യത്തിലുള്ള ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞേ ഇതൊന്നും മാറ്റാനായിട്ട്. ഒരു ദൈവ പൈതലിൻ്റെ വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് മനുഷ്യനല്ല. നിങ്ങൾക്കെതിരെ ഒരു വിരോധ കൽപ്പന ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, നിങ്ങൾക്കെതിരെ ശത്രു എഴുന്നേറ്റ് വരുമ്പോൾ, നിങ്ങൾ കേൾക്കാൻ പാടില്ലാത്തത് നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ബലഹീനപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ, അവരോട് വിരൽ ചൂണ്ടാതെ, ആരോടും പോയി റെക്കമെൻഡേഷൻ പറയാതെ, പ്രവേശനോട് നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് വന്നിട്ട് മുറിയടച്ച് തമ്പുരാന്റെ പാദപീഠത്തിലിരുന്നിട്ട് സ്വർഗത്തോട് പറയണം, കർത്താവേ, ഈ വിഷയത്തിന് ഞാൻ പ്രതിവാദിക്കുന്നില്ല, ഈ വിഷയത്തിന് ഞാൻ മറുപടി പറയുന്നില്ല, സ്വർഗം ഇതിന്റെ മേൽ ഇടപെടണം, തമ്പുരാൻ ഇതിന്റെ മേൽ തീർപ്പ് കൽപ്പിക്കണം. ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദാനിയേൽ പ്രാർത്ഥിച്ചു. മുന്നേ ചെയ്ത് വന്നതുപോലെ. കണ്ടോ, നമുക്കൊരു ശരിയായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാവണം. എത്ര സമയം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. യേശു കർത്താവ് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. ഒരു നാഴിക പോലും നിനക്ക് ഉണർന്നിരിപ്പാൻ കഴിയുന്നില്ലേ? പത്രോസിനോട് ചോദിച്ചാൽ നമുക്കത് പിന്നീട് ചിന്തിക്കാം. അത് ഇംഗ്ലീഷിൽ 1 hour എന്നാ. ഒരു ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പോട്ടെ, അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ. ദൈവസന്നിധിയിൽ പോയിരുന്ന ഒരു അരമണിക്കൂർ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. ലേൺ ടു പ്രാക്ടീസ്. ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ, അരമണിക്കൂർ ഇരിക്കണം, 1 മണിക്കൂർ ഇരിക്കണം, 1 മണിക്കൂർ ഇവിടെ ഇരിക്കുന്ന സമയമുണ്ടെങ്കിൽ എനിക്കൊരു പ്രോജക്റ്റ് എഴുതാമായിരുന്നു, 1 മണിക്കൂർ ഇവിടെ ഇരിക്കുന്ന ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ടെങ്കിൽ ഒരു സിനിമ കണ്ട് തീർക്കാമായിരുന്നു, 1 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നതിന് പകരം 2 റീൽസ് കാണാമായിരുന്നു. കുഞ്ഞേ, അത് നിനക്ക് മറുപടി തരത്തില്ല, അത് നിനക്ക് നന്മയൊന്നും തരത്തില്ല. എന്നാൽ നീ ഇവിടെ ഇരിക്കുന്നതിന് തമ്പുരാൻ നിനക്ക് പരിഹാരമായി പലതും തരും. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഒരു ഓപ്ഷൻ അല്ല, അത് മസ്റ്റാ. ഒരു ദൈവ പൈതലിന് ദൈവസന്നിധിയിൽ സമയം കിട്ടുമ്പോൾ ഇരിക്കാം എന്ന് പറയരുത്. അതൊരു ശീലമായി മാറണം, അതെന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറണം, അതെന്റെ ജീവിതത്തിന്റെ ദിനചര്യയുടെ ഭാഗമായി മാറണം. ഞാൻ ആഹാരം കഴിക്കുന്നത് പോലെ പ്രാർത്ഥിപ്പാൻ സമയം കണ്ടെത്തണം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ദാനിയേൽ മുടക്കം വരാതെ പ്രാർത്ഥിച്ചു. അവനൊരു വിഷയം വന്നപ്പോൾ സ്വർഗം പറയുക, എന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം പോലും മുടക്കാത്ത, ഒരു നേരം പോലും മുടക്കി കളയാത്ത ദാനിയേലിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ സ്വർഗം ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വേഗത്തിൽ നമുക്ക് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടു. രാജാവിന്റെ കൽപ്പന എന്തുവാ? 30 ദിവസം, അടുത്ത 30 ദിവസത്തേക്ക്
ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കരുത്, രാജാവിനോട് കാര്യങ്ങൾ പറയണം. എന്നാൽ ദാനിയേൽ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം രാജാവിന് മുകളിലാണല്ലോ ദൈവം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ കൽപ്പനയ്ക്ക് മുകളിലാണല്ലോ ദൈവം. അതുകൊണ്ട് മനുഷ്യനല്ല ഞാൻ അനുസരിക്കേണ്ടത്, ഞാൻ ദൈവത്തെയാ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കേണ്ടെന്ന് ആര് പറഞ്ഞാലും ഞാൻ പ്രാർത്ഥിക്കും. കാരണം അത് എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധമാണ്. അതൊരിക്കലും മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രാർത്ഥിച്ചു, സ്വർഗം പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച മനുഷ്യനല്ലേ? എല്ലാ ദിവസവും മുടക്കം കൂടാതെ 3 സമയം പ്രാർത്ഥിക്കുന്ന ഭക്തനല്ലേ? പിന്നെ എന്തിനാ അയാളെ പിന്നെ ഈ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട് കളഞ്ഞത്? ദൈവം എന്നോട് പറഞ്ഞു, നീ എപ്പോഴെങ്കിലും സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ജീവനോടെ പുറത്തു വന്ന ആരെക്കുറിച്ചെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാ നീ കേട്ടോ, ഒരുവൻ പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടായിരുന്നു. അവനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞിട്ട് അവനെ ജീവനോട് ഞാൻ പുറത്തിറക്കിയ ഒരു സാക്ഷ്യം ദൈവജനം അറിയാൻ വേണ്ടിയിട്ടാ ദാനിയേലിനെ ആ സിംഹത്തിന്റെ ഗുഹയിൽ ദൈവം ഇട്ടത്. നിനക്ക് വരുന്ന ശോധന നിനക്ക് പണിയാനുള്ളതാ. നിനക്ക് വരുന്ന പ്രതികൂലം നിന്നെ പ്രൊമോഷൻ ഉള്ളതാ. നിനക്ക് വരുന്ന വേദന അത് നിന്റെ നാളത്തെ നന്മയ്ക്കുള്ളതാ. നിനക്ക് ഇപ്പൊ തന്ന രോഗം നീ ദൈവത്തിലേക്ക് അടുക്കാനുള്ളതാ. അത് നിന്നെ ദൈവത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നതാ. അത് നിന്റെ നന്മയ്ക്കായിട്ടുള്ളതാ. കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യം എടുക്കാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം കഷ്ടത അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നീക്കുപോക്കും വരുത്തിയിട്ടുണ്ട്. ഒരു ദൈവഭക്തന് കഷ്ടത അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ദൈവം നീക്കുപോക്കും വരുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ പാക്കേജ്. നിങ്ങൾക്ക് ഇന്നൊരു ഞെരുക്കമുണ്ട്, ഇന്നൊരു പ്രതികൂലമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട. ഇതിൻ്റെ കൂടെ അതിനുള്ള സൊല്യൂഷനും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ദാനിയേലിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് കളഞ്ഞത് രാജാവിൻ്റെ കൽപ്പന വന്നതുകൊണ്ടല്ല, ദാനിയേലിനെതിരെ ആരും എഴുന്നേറ്റ് വന്നതുകൊണ്ടുമല്ല. ഇതൊക്കെ ഒരുപക്ഷെ സാഹചര്യമായിരിക്കാം. നിങ്ങൾ പറയും, അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ എനിക്ക് ഇതൊക്കെ വന്നിരിക്കുന്നത്? ആ സമയത്ത് ദൈവത്തിൽ ഉറച്ചിരിക്കണം. ആ സമയത്ത് ദൈവത്തോട് പറ്റിയിരിക്കണം. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ നിങ്ങൾ താണിരിക്കുമ്പോൾ തമ്പുരാൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരിക്കലും കൈവിടാത്ത ദൈവമാ. അവൻ പ്രാർത്ഥനയ്ക്ക് മറന്നുപോകാത്ത കർത്താവാ. അവൻ മുഖം തിരിക്കാത്ത ദൈവമാ. ഒരിക്കലും അതുകൊണ്ട് വിട്ടുകളയരുത്. പ്രാർത്ഥനയിൽ ദൈവത്തോട് പറ്റിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുക. സിംഹത്തിന്റെ ഗുഹയിൽ ദാനിയേലിനെ ഇട്ടപ്പോൾ സിംഹം ദാനിയേലിനെ ഭക്ഷിച്ചോ? ഇല്ല. എന്താ? സിംഹത്തിന് വിശക്കാഞ്ഞിട്ടാണ്. സിംഹത്തിന്റെ ഗുഹയിൽ പോലെ ദാനിയേലിനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ദാനിയേൽ പിറ്റേ ദിവസം രാവിലെ കുഴപ്പമൊന്നുമില്ല അതിങ്ങ് എഴുന്നേറ്റ് പോകുന്നു. രാജാവ് ചോദിക്കുക, ദാനിയേലേ, നീ ദിനവും വിളിച്ചപേക്ഷിക്കുന്ന സാക്ഷ്യം പോകുന്ന രീതി കണ്ടോ? ജാതീയനായ ദൈവത്തെ അറിയാത്ത ഒരു രാജാവ് ചോദിക്കുക, നീ മുടക്കം വരാതെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കും ദാനിയേലേ എന്ന് പറഞ്ഞത് പ്രാർത്ഥനക്കാരാരുമല്ല, ആ രാജ്യം ഭരിക്കുന്ന രാജാവാ. കാര്യമെന്തെന്നറിയാമോ? ആ രാജാവിനറിയാം ഇവൻ പ്രാർത്ഥിക്കുന്നവനാ. നിന്നോട് കൂടെയുള്ളവർ നിന്നെ നോക്കിയിട്ട് പറയണം, അതൊരു പ്രാർത്ഥനക്കാരത്തിയാ, അതൊരു പ്രാർത്ഥനക്കാരനാ. അവനൊരു പ്രശ്നം വരുമ്പോൾ അവൻ മനുഷ്യനോടല്ല പറയുന്നത്. അവനൊരു ഞെരുക്കം വരുമ്പോൾ അവൻ മനുഷ്യരുടെ നേരെയല്ല കൈ നീട്ടുന്നത്. അവനൊരു പ്രതികൂലം വരുമ്പോൾ അവൻ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാറില്ല, അവൻ ദൈവത്തോട് നോക്കുന്നവനാ. രാജാവ് വന്ന് പറയുക, ദാനിയേലേ, നീ ദിനവും വിളിച്ചപേക്ഷിക്കുന്ന, ദിവസവും പ്രാർത്ഥിക്കുന്ന, നീ മുട്ടുമടക്കുന്ന ദൈവം നിന്നെ രക്ഷിപ്പാൻ ശക്തനാ. ദാനിയേലിന്റെ ജീവിതത്തിൽ നടന്ന വിഷയങ്ങളെ കണ്ടേച്ച് ഒരു പ്രവാസിയായി, ഇങ്ങനെ ഞാൻ പറയട്ടെ, അടിമയായി പിടിച്ചുകൊണ്ടുവന്ന ദാനിയേൽ എന്ന് പറഞ്ഞ ഒരു ബാലനെ, ഇത് പറയുന്ന ഈ സംഭവം നടക്കുമ്പോൾ ദാനിയേലിന് 80-ലധികം വയസ്സ് പ്രായമുണ്ട്. അടിമയായി പിടിച്ചുകൊണ്ടുവന്ന 10-15 വയസ്സ് പ്രായമുള്ള ദാനിയേലിനെ ബാബേൽ സാമ്രാജ്യത്തിലെ സാമ്രാജ്യങ്ങൾ മാറി മാറി വന്നു, സാമ്രാട്ടുകൾ മാറി മാറി വന്നു, രാജാക്കന്മാർ മാറി മാറി വന്നു. ദാനിയേൽ ക്ഷീണിച്ചല്ല പോയത്, ദാനിയേൽ ഉയർന്നുയർന്നാ വന്നത്. ദാനിയേലിന് പ്രൊമോഷനായി വന്നത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ദാനിയേലിന് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, ദാനിയേലിന് ഞെരുക്കമുണ്ടായിരുന്നു, ദാനിയേലിനെ തകർത്ത് കളയുവാൻ പലരും എതിരെ എഴുന്നേറ്റ് നിന്നുവെങ്കിലും ദാനിയേലിനെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കാര്യമെന്നറിയാമോ? ദൈവം ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ദൈവസന്നിധി ഇരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, എൻ്റെ വിഷയത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. സിംഹത്തിന് വിശക്കാഞ്ഞിട്ടല്ല ദാനിയേലിനെ കഴിക്കാത്തത്. സിംഹത്തിന് നല്ല വിശപ്പുണ്ടോ മാമേ? സിംഹം വിശന്ന ഗുഹയ്ക്കകത്തിരുന്നത്.
ദാനിയേൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ സിംഹം ദാനിയേലിനെ തീർത്ത് കളഞ്ഞേനെ. എന്നാൽ അതിന്റെ മറുപടി ദാനിയേൽ തന്നെ പറയുന്നുണ്ട്. എന്തുവാ പറയുന്നത്? ഞാനിങ്ങ് താഴേക്ക് വരുന്നതിന് മുമ്പേ, എന്നെ ഈ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ട് കളയുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൂതനിറങ്ങി സിംഹത്തിന്റെ വായ അടച്ചു പിടിച്ചിരിക്കുക, എന്നെ ഒന്നും ചെയ്യാതെ, എനിക്കൊരു അനർത്ഥവും സംഭവിക്കാതെ. കാരണം വാഗ്ദത്തം കിടപ്പുണ്ട്, നിനക്കൊരു അനർത്ഥവും ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നിന്നെ എറിയുന്നത് സിംഹത്തിന്റെ ഗുഹയിലാണേലും, നിന്നെ എറിയുന്നത് നാളുകളായി വിശന്നിരിക്കുന്ന സിംഹത്തിന്റെ ഗുഹയിലാണേലും സിംഹം ഒന്നും നിന്നെ ചെയ്യത്തില്ല. കാര്യം എന്തെന്നറിയാമോ? സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി ശത്രുവിന്റെ വായ് അടച്ചു പിടിച്ചിരിക്കുക. പ്രാർത്ഥനക്കാരനായ, ദൈവദാസനായ, 3 നേരവും പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് പറ്റി നിൽക്കുന്ന വിശ്വസ്തനായ ദാനിയേലിനെ മാറ്റിയിട്ട് ദാനിയേലിന് എതിരെ വിരോധന കൽപ്പന എഴുതിയ അവരെല്ലാവരെയും കുടുംബമായി കൊണ്ടുവന്ന് സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ട് കളഞ്ഞത്, അത് താഴോട്ടെത്തുന്നതിന് മുമ്പ് തന്നെ സിംഹം അവരെ പിടിച്ച് അവരെ ആഹാരമാക്കി മാറ്റിയെന്ന് പുസ്തകം പറയുന്നുണ്ട്. സിംഹത്തിന് വിശക്കാഞ്ഞിട്ടല്ല, നീ ഒരു പ്രാർത്ഥനക്കാരനായതുകൊണ്ട്. നിനക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ദൈവം നിന്നെ കരുതിയത് കൊണ്ട്. നീ കേമനായതുകൊണ്ടോ കേമിയായതുകൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ മഹാകരുണയായതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നേ. അനേകർ തോറ്റുപോയെടുത്ത്, അനേകർ ക്ഷീണിച്ചു മടുത്തു പോയെടുത്ത്, അനേകർ ഒന്നുമല്ലാതായി തീർന്നെടുത്ത് കർത്താവ് നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വിശ്വസ്തയോടെ നിന്നോളണം. ബി ഫെയ്ത്ത്ഫുൾ ടു ഗാഡ്. നിങ്ങൾ ഇന്ന് നിങ്ങളെ ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങളിൽ ദൈവത്തോട് വിശ്വസ്തയോടെ നിന്നാൽ അടുത്ത 5-10 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളൊരു അത്ഭുതമായി മാറും. ഇന്ന് നിങ്ങളെ ദൈവം ഏൽപ്പിച്ച സ്ഥലങ്ങളിൽ, നിങ്ങളെ ഏൽപ്പിച്ച സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾ തന്നിരിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തയോടെ നിന്നാൽ അടുത്ത 5, 10, 15 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളെ കൂടെയുള്ളവർ നോക്കി വെച്ച് പറയും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ ഇങ്ങനെയായി മാറുമെന്ന്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ ഇത്രയും വളരുമെന്ന്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ ഇത്രയും ദൈവം മാനിക്കുമെന്ന്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ നിങ്ങൾ മടി കാണിക്കാതിരുന്നാൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കുറവ് വരുത്താതിരുന്നാൽ, ഞാൻ ഇങ്ങനെ പറയുക, നിങ്ങൾ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും, ഒരു നേരം പഠിക്കാൻ നിങ്ങൾ മറന്നുപോയാലും, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ സമയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് നിങ്ങൾ സമയം നീക്കി വെക്കുകയാണെങ്കിൽ, തമ്പുരാൻ നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടും. ദാനിയേലിനെതിരെ ഒരു സാമ്രാജ്യം മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ തമ്പുരാൻ പുറത്തു കൊണ്ടുവന്നത് കണ്ടോ? ഒരു പാഠമാ. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തീരുമാനിച്ചാൽ ആരൊക്കെ നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ് നിന്നാലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ തമ്പുരാൻ നിങ്ങളെ മാനിച്ചുയർത്തും. ഈ ഭാഗം പറഞ്ഞാൽ പ്രാർത്ഥിക്കട്ടെ. ദാരിവേശ് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് രാജാവ് ഇങ്ങനെ പറഞ്ഞു, ദാനിയേലെ, സിംഹക്കുഴിയിൽ നിന്ന് നീ പുറത്തു വരുന്നത് അടുത്ത പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. നീ ഒരു ഞെരുക്കത്തിന് നടുവിലാണെങ്കിൽ എന്താ സംഭവിക്കുന്ന നിനക്ക് അറിയത്തില്ല എങ്കിൽ, നിനക്കെതിരെ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചു പറയണം, കർത്താവ് എനിക്ക് അടുത്ത പ്രൊമോഷന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സമയമാ, ഇതെന്റെ പ്രൊമോഷന്റെ സമയമാ, ഇതെന്റെ നന്മയുടെ സമയമാ, അടുത്ത സമയം കർത്താവ് എന്നെ മാനിക്കാൻ പോവുകയാ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വലിച്ചെടുത്തിട്ട് രാജ്യത്തിലെ 2ാമനായി അവരോധിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിലും നീ ദൈവത്തോട് പറ്റി നിന്നാൽ, ദൈവത്തോട് ചേർന്നിരുന്നാൽ, നീ പ്രാർത്ഥന മുടക്കി കളയാതെ തമ്പുരാന്റെ സന്നിധിയിൽ പറ്റിയിരുന്നാൽ തമ്പുരാൻ നിന്നെ മാനിക്കുക തന്നെ ചെയ്യും.